ക്ലാസിന്റെ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത വീഡിയോ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അജയൻ ഈസ് 10 years older than വിജയൻ. നെക്സ്റ്റ് ഇയർ അജയൻസ് ഏജ് വിൽ ബി ട്വൈസ് ദാറ്റ് ഓഫ് വിജയൻ. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അജയൻ വിജയനേക്കാളും 10 വയസ്സ് കൂടുതലുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അജയന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എത്ര? വിജയന്റെ ഏജ് എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ അജയന്റെ ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് 10 ആയിരിക്കത്തില്ലേ? കാരണം വിജയനേക്കാളും 10 വയസ്സ് കൂടുതലാണ് അജയൻ. ഇനി അടുത്ത വർഷം ഓരോരുത്തർക്കും ഓരോ വയസ്സ് വീതം കൂടും. അങ്ങനെയാണ് വിജയൻ എത്ര വയസ്സാവും? ഇപ്പോൾ ഉള്ളത് എക്സ് ആണ്. അങ്ങനെയാണ് അടുത്ത വർഷം എക്സ് പ്ലസ് 1 ആയിരിക്കും വിജയന്റെ വയസ്സ്. അങ്ങനെയാണ് അജയന്റെ വയസ്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് 11 ആയിരിക്കും. ഇപ്പം എക്സ് പ്ലസ് 10 അല്ലേ? അടുത്ത വർഷം ആകുമ്പം എക്സ് പ്ലസ് 11 ആവും. എന്ത് പറഞ്ഞേക്കുന്നേ? അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് അജയന്റെ വയസ്സ് വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെന്നാ പറഞ്ഞേക്കുന്നത്. ഈ അജയന്റെ വയസ്സ് എന്ന് പറയുന്നത് വിജയന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്. അന്നേരം എനിക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അജയന്റെ വയസ്സ് ഈക്വൽ ടു 2 ഇൻറ്റു വിജയന്റെ വയസ്സ്. അതല്ലേ ട്വൈസ് ദാറ്റ് ഓഫ് വിജയൻ എന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് പ്ലസ് 11 ഈക്വൽ ടു 2x 2 into x 2x plus 2 into 1 2. ഞാൻ ഈ 2 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, ഈ എക്സ് റൈറ്റ് സൈഡിൽ കൊണ്ടുവരുവാണ്. അന്നേരം 11 മൈനസ് 2 ഈക്വൽ ടു 2x മൈനസ് എക്സ് എന്ന് കിട്ടും. 2x മൈനസ് എക്സ് എന്താ? എക്സ് ആണ്. 11 മൈനസ് 2 എന്നുള്ളത് 9 ആണ്. എന്താണ് എക്സ് എന്ന് കിട്ടിയത്? 9 ആണ് കിട്ടിയത്. വിജയന്റെ വയസ്സ് അന്തരം 9 ആണ്. വിജയന്റെ വയസ്സ് 9 ആണെങ്കിൽ അജയന്റെ വയസ്സ് എന്തായിരിക്കും? 19 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഓഫ് ആസിഡ് ഇൻ വാട്ടർ കണ്ടെയ്ൻസ് 60% ആസിഡ്. ഒരു സൊല്യൂഷൻ, ആസിഡും വാട്ടറും കൂടെ ഉള്ള ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനകത്ത് 60% ആസിഡ് ആണ്. അന്നേരം ബാക്കി 40% എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. Then 6 liters of acid was added to it. ഈ ഒരു സൊല്യൂഷനിലേക്ക് 6 ലിറ്റർ ആസിഡും കൂടെ അവർ ആഡ് ചെയ്തു. അന്നേരം ആ കിട്ടിയ പുതിയ സൊല്യൂഷനകത്ത് 75% ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സൊല്യൂഷനകത്ത് എത്ര ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സൊല്യൂഷൻ മൊത്തം എക്സ് ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എടുക്കുക. അതിലെന്താണ്? 60% ആസിഡ് ആണ് അല്ലേ? രണ്ടാമത്തെ സൊല്യൂഷൻ ആയപ്പോഴോ? രണ്ടാമത്തെ സൊല്യൂഷനകത്ത് ഈ എക്സ് ലിറ്ററിന്റെ കൂടെ ഒരു 6 ലിറ്റർ ആസിഡും കൂടെ ആഡ് ചെയ്തില്ലേ? അതിന്റെ ടോട്ടല് എക്സ് പ്ലസ് 6 ലിറ്റർ ആയി. ഇതില് 75% എന്താണ്? ആസിഡ് ആണ്. ഇനി നമുക്കറിയാം ആദ്യത്തെ സൊല്യൂഷൻ ടോട്ടൽ എക്സ് ലിറ്റർ ആണ്. അതിൽ 60% അല്ലേ ആസിഡ്? ഒരു ആസിഡിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഇൻറ്റു 60/100. അതിനെ എനിക്ക് എക്സ് ഇൻറ്റു 6/10, അതായത് എക്സ് ഇൻറ്റു 3/5 എന്ന് എഴുതാം. ഇത്രയും ലിറ്റർ എന്താണ്? ആസിഡ് ആണ്. ആദ്യത്തെ സൊല്യൂഷനിൽ 3x/5 ലിറ്റർ എന്താണ്? ആസിഡ് ആണ്. ഇനി രണ്ടാമത്തെ സൊല്യൂഷനിൽ ആസിഡ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ എത്ര? എക്സ് പ്ലസ് 6 അല്ലേ? ഈ ടോട്ടലിന്റെ 75% ആണ് ആസിഡ്. എക്സ് പ്ലസ് 6 ഇൻറ്റു 75/100. എക്സ് പ്ലസ് 6 ഇൻറ്റു 75/100 എനിക്ക് 3/4 എന്ന് കട്ട് ചെയ്യാം. 25 വെച്ച് വെട്ടിക്കളയാം. 75/100 എനിക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. ഇത്രയും ലിറ്റർ എന്താണ്? ആസിഡ് ആണ്. രണ്ടാമത്തെ സൊല്യൂഷനകത്ത് എക്സ് പ്ലസ് 6 ഇൻറ്റു 3/4 ലിറ്റർ എന്താണ്? ആസിഡ് ആണ്. ആദ്യത്തെ സൊല്യൂഷനകത്ത് 3x/5 ലിറ്റർ ആസിഡ് ഉണ്ട്. രണ്ടാമത്തെ സൊല്യൂഷനകത്ത് എക്സ് പ്ലസ് 6 ഇൻറ്റു 3/4 ലിറ്റർ ആസിഡ് ഉണ്ട്. നമുക്കറിയാം ആദ്യത്തെ സൊല്യൂഷനകത്ത് നിന്ന് രണ്ടാമത്തെ സൊല്യൂഷനിലോട്ട് 6 ലിറ്റർ ആസിഡ് മാത്രമല്ല ആഡ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ സൊല്യൂഷനകത്ത് 6 ലിറ്റർ ആസിഡ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടിയത്. അവിടെ ആസിഡിന്റെ അളവ് മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നുള്ളൂ. കാരണം ആദ്യത്തെ സൊല്യൂഷനകത്ത് ആസിഡിന്റെ അളവിന്റെ കൂടെ ഒരു 6 ലിറ്റർ ആസിഡ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ സൊല്യൂഷനകത്ത് ആസിഡിന്റെ അളവ് കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 3x/5 plus 6 equal to ഇവിടെ x into 3/4 3x/4 plus
3/4 ഇൻറ്റു 6 18/4 എന്ന് കിട്ടും. ഞാൻ ഈ 18/4നെ ലെഫ്റ്റ് സൈഡിലും കൊണ്ടുവരുന്നു, 3x/5നെ റൈറ്റ് സൈഡിലും കൊണ്ടുപോകുന്നു. എന്ത് കിട്ടും? 6 മൈനസ് 18/4 ഈക്വൽ ടു 3x/4 മൈനസ് 3x/5 എന്ന് കിട്ടും. ഇതിവിടെ ക്രോസ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 6 24 മൈനസ് 18 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു ഇവിടെ 5 ഇൻറ്റു 3x 15x മൈനസ് 4 ഇൻറ്റു 3x 12x ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 20 എന്ന് കിട്ടും. 24 18 പോയാൽ എത്ര കിട്ടുന്നേ? 6 ആണ്. 6/4 ഈക്വൽ ടു ഇവിടെ 3x/20 എന്ന് കിട്ടും. ഈ 20 എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നോട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. 20 ഇൻറ്റു 6/4 ഈക്വൽ ടു 3x എന്ന് നമുക്ക് കിട്ടും. അത് x ഈക്വൽ ടു 20 ഇൻറ്റു 6/4 ഇവിടെ 3 എന്ത് ചെയ്തേക്കോ? മൾട്ടിപ്ലൈ ചെയ്തേക്കോ. ഇവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമുക്ക് 3യും 6ഉം കൂടെ വെട്ടിയാൽ ഇവിടെ 2 കിട്ടും. 4ഉം 20യും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ 5 കിട്ടും. 5 ഇൻറ്റു 2 10. അതായത് എക്സ് എത്ര ആണ്? 10 ലിറ്റർ ആണ്. ആദ്യത്തെ സൊല്യൂഷൻ അന്നേരം എത്രയുണ്ട്? ആദ്യത്തെ സൊല്യൂഷനിൽ നമ്മൾ എക്സ് എന്ന് എടുത്തേക്കുന്നേ. ആദ്യത്തെ സൊല്യൂഷൻ 10 ലിറ്റർ ഉണ്ട്. ഈ 10 ലിറ്ററിന്റെ 60% അല്ലേ ആസിഡ്? ആസിഡ് എന്താണ്? 10 ഇൻറ്റു 60/100 ആണ്. ഈക്വൽ ടു 6 ലിറ്റർ എന്ന് കിട്ടും. അന്നേരം ഒറിജിനൽ സൊല്യൂഷനകത്ത് ആസിഡിന്റെ അളവ് എത്രയാണ്? 6 ലിറ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 times ദാറ്റ് ഓഫ് അപ്പു. അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് ഇപ്പോൾ എന്താണ്? അപ്പുവിന്റെ വയസ്സിന്റെ 9 times ആണ്, 9 മടങ്ങാണ്. ആഫ്റ്റർ 9 years ഒരു 9 വർഷം കൂടെ കഴിയുമ്പം ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. അമ്മയുടെ വയസ്സ് എന്താവും? അപ്പുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഏജ് വയസ്സുകൾ എത്രയാണ് ചോദിച്ചേക്കുന്നത്? അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ അപ്പുവിന്റെ വയസ്സ് എക്സ് എന്ന് എടുക്കുക. അപ്പുവിന്റെ വയസ്സ് എക്സ് എന്ന് എടുത്താൽ അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് എന്തായിരിക്കും? 9x ആയിരിക്കത്തില്ലേ? 9 മടങ്ങെന്നല്ലേ പറഞ്ഞേക്കുന്നേ. ഇനി എന്ത് പറഞ്ഞേക്കുന്നേ? ആഫ്റ്റർ 9 years 9 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സ് എത്ര ആവും? അപ്പുവിന്റെ വയസ്സ് എക്സിന്റെ കൂടെ 9 കൂട്ടി. അമ്മയുടെ വയസ്സ് എത്ര ആവും? 9xന്റെ കൂടെ 9 കൂടെ കൂട്ടി. ഇനി 9 വർഷം കഴിയുമ്പം അപ്പുവിന്റെ ഏജിന്റെ 3 ഇരട്ടിയാകും, അല്ലെങ്കിൽ 3 മടങ്ങാവും അമ്മയുടെ ഏജ് എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അതായത് അമ്മയുടെ ഏജ് എന്താണ്? അപ്പുവിന്റെ ഏജിന്റെ 3 times ആണ്. എങ്ങനെ എഴുതാം? 9x + 9 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 9 എഴുതിക്കൂടെ? അമ്മയുടെ ഏജ് ഈക്വൽ ടു 3 ഇൻറ്റു അപ്പുവിന്റെ ഏജ് അല്ലേ? 9x + 9 ഈക്വൽ ടു 3x + 3 ഇൻറ്റു 9 എത്രയാണ്? 27. ഇനി ഞാൻ ഈ 3x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു, 9 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. 9x - 3x ഈക്വൽ ടു 27 - 9 എന്ന് കിട്ടും. 6x ഈക്വൽ ടു 18. അങ്ങനെ എക്സ് എന്തായിരിക്കും? 18/6 3 എന്ന് കിട്ടും. അപ്പുവിന്റെ വയസ്സ് എത്രയാണ്? 3 ആണ്. അത് അമ്മയുടെ വയസ്സ് എത്ര ആയിരിക്കും? ഇപ്പം 27 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലാസ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഒരു ക്ലാസ്സിൽ ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും സെയിം ആണ്. ഓൺ എ ഡേ വെൻ 8 boys were absent, the number of girls was twice the number of boys. ഒരു ദിവസം 8 boys വന്നില്ല, ആബ്സെന്റ് ആയിരുന്നു. അന്ന് 8 boys മാത്രം വരാഞ്ഞ ഒരു ദിവസം ഗേൾസിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. വാട്ട് ആർ ദി നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ദി നമ്പർ ഓഫ് ബോയ്സ്? നമ്പർ ഓഫ് ഗേൾസ് നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും ഈക്വൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് രണ്ടും എക്സ് എന്ന് എടുത്താൽ പോരെ. ഇനി ഒരു ദിവസം 8 ബോയ്സ് ആബ്സെന്റ് ആയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതായത് ബോയ്സിന്റെ എണ്ണത്തിൽ നിന്ന് ഞാൻ 8 മൈനസ് ചെയ്തു. ഗേൾസിന്റെ എണ്ണം മാറ്റമുണ്ടോ? മാറ്റമൊന്നും ഇല്ല. അന്നത്തെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ. അന്നേരം എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 8 എന്ന് എഴുതിക്കൂടെ എനിക്ക്? എക്സ് ഈക്വൽ ടു 2x മൈനസ് 2 ഇൻറ്റു 8 16. ഈ 16നെ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു, എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അന്നേരം 16 ഈക്വൽ ടു ഇവിടെ -16 ആണ്. അന്നേരം ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +16 ആവും. 16 ഈക്വൽ ടു 2x മൈനസ് എക്സ്, അതായത് എക്സ് ഈക്വൽ ടു
16. ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 16 ഗേൾസ് ഉണ്ട്. ബോയ്സും എത്രയാണ്? 16 ആണ്. രണ്ടുപേരുടെയും എണ്ണം തുല്യം എന്നല്ലേ പറഞ്ഞേക്കുന്നേ.